കടൽക്കരയിലെ ഉപ്പുവെള്ളവും ചൂടുകാറ്റും കൊണ്ട് ഗോപികയും ദിലീപും തളർന്നിരിക്കുകയായിരുന്നു. അടുത്ത് ചെറിയ വീടുണ്ടെങ്കിലും കയറിയിരുന്ന് വിശ്രമിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. കാരണം ചുറ്റും ആളുകളാണ്. മത്സ്യത്തൊഴിലാളികളോടൊന്നും പറയാനും പറ്റില്ല. അവർ എങ്ങനെ പെരുമാറുമെന്ന് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ലെന്ന്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമ ലൊക്കേഷനിൽ. ചാന്തുപൊട്ട് എന്ന സിനിമയുടെ ലൊക്കേഷനായിരുന്നത്. ദിലീപ് സ്ത്രൈണവ മനോഭാവമുള്ള വേഷമായതുകൊണ്ടും ഗോപിക എന്ന നടിക്ക് അല്പവസ്ത്രം ധരിച്ചുള്ള വേഷമായതുകൊണ്ടും അവർക്കൊന്നിനും പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. കോടികൾ മുടക്കിയാണ് ദിലീപ് തൻ്റെ വേഷം ഒരുക്കിയിരിക്കുന്നത്. അത് നഷ്ടം സംഭവിക്കാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദിലീപിനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ക്യാരവാൻ എന്ന സങ്കല്പം ദിലീപിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഹിന്ദി തെലുങ്ക് സിനിമകളിൽ മാത്രമായിരുന്നു അന്ന് ക്യാരവാൻ ഉണ്ടായിരുന്നത്. അതും ഷാരൂഖ് ഖാനും സൽമാൻ ഖാനും മാത്രമായി. ദിലീപ് അങ്ങനെ ഒരു ക്യാരവാനാണ് കോടികൾ വില പറഞ്ഞ് മേടിച്ചത്. അതും മലയാള സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവന്നു. അന്ന് ആദ്യമായി ക്യാരവാൻ വരുന്നത് ചാന്തുപൊട്ട് എന്ന സിനിമ ലൊക്കേഷനിലായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ അടക്കം വമ്പൻ താരനിരയായിരുന്നു ക്യാരവാൻ കാണാൻ വന്നിരുന്നത്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നിട്ട് പോലും വലിയ ചർച്ചയായി ഇത്. പിൽക്കാലത്ത് ഓരോ ആർട്ടിസ്റ്റിനും ഓരോ ക്യാരവാൻ എന്ന നിലയ്ക്ക് വന്നു. ചാന്തുപൊട്ടിൻ്റെ ലൊക്കേഷനിൽ ക്യാരവാൻ്റെ അകത്ത് ദിലീപിനും നായിക ഗോപികയ്ക്കും മാത്രമായിരുന്നു പ്രവേശനം. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി വിശ്രമിക്കാനും പ്രൈവസി കാത്തു സൂക്ഷിക്കാനും ക്യാരവാൻ ഒരു ലൊക്കേഷനിൽ അത്യാവശ്യമായിരുന്നു.